കോമ്പോണൻസ് ഓഫ് എഞ്ചിൻ്റെ പാർട്ട് 6 നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് വൈബ്രേഷൻ ഡാമ്പറാണ്. വൈബ്രേഷൻ ഡാമ്പർ എന്ന് പറയുന്നത് എന്തിനാണെന്ന് നോക്കാം. ഒരു എഞ്ചിൻ്റെ ഉള്ളിലെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിലിണ്ടറിൻ്റെ ഉള്ളിലാണ്. സിലിണ്ടറിൽ ഉണ്ടാകുന്ന പ്രഷർ ഡിഫറൻസ്, അതായത് എയർ ഫ്യൂവൽ മിക്സർ കത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഹൈ പ്രഷറിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ത് ചെയ്യും, പിസ്റ്റണിലേക്ക് എത്തും. പിസ്റ്റൺ അത് കണക്റ്റിംഗ് റോഡിലേക്ക് എത്തിക്കും. കണക്റ്റിംഗ് റോഡ് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് എത്തിക്കും. ഇങ്ങനെയാണ് പവർ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എല്ലാ സമയത്തും എൻജിൻ്റെ ഉള്ളിൽ നിന്ന് ഒരേപോലെ അല്ല പവർ ഉണ്ടാവുന്നത്. കാരണം ഒരു 4 സ്ട്രോക്ക് എൻജിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് 4 സ്ട്രോക്കുകളുണ്ട്. പിസ്റ്റൺ 2 പ്രാവശ്യം മുകളിലേക്കും 2 പ്രാവശ്യം താഴത്തേക്കും വരുന്നുണ്ട്. ഇതിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ പവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. പവർ സ്ട്രോക്കിൽ മാത്രമേ പവർ ഉണ്ടാവുന്നുള്ളൂ. ബാക്കിയുള്ള സമയത്തൊന്നും പവർ ഉണ്ടാവുന്നില്ല. പവർ തിരിച്ച് എൻജിൻ എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം പിസ്റ്റൺ ഇൻടേക്ക് സ്ട്രോക്കിൽ പിസ്റ്റൺ TDC നിന്ന് BDCയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതിന് എനർജി ആവശ്യമുണ്ട്. എനർജി എൻജിന് അങ്ങോട്ടാണ് ആവശ്യം വരിക. അടുത്തത് കംപ്രഷൻ സ്ട്രോക്കാണ്. പിസ്റ്റൺ BDC നിന്ന് TDCയിലേക്ക് പോകുമ്പോൾ എയറിനെ കംപ്രസ് ചെയ്യണം. അതിനും എനർജി അങ്ങോട്ടാണ് കൊടുക്കേണ്ടി വരുന്നത്. അടുത്തത് പവർ സ്ട്രോക്കാണ്. പവർ സ്ട്രോക്കിൽ സംഭവിക്കുന്നത് ഫ്യൂവൽ കത്തിയിട്ടുണ്ടാകുന്ന എനർജി കാരണം പിസ്റ്റൺ ഇങ്ങോട്ടേക്ക് വരുന്നു. ആ ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, പവർ പുറത്തേക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ എൻജിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കില്ല. കോൺസ്റ്റന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ അതിന് വൈബ്രേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടോർഷണൽ വൈബ്രേഷൻ എന്നാണ് പറയുക. കാരണം അത് റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു വൈബ്രേഷനാണ്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു വൈബ്രേഷനാണ് വരാൻ പോകുന്നത്. കറങ്ങുന്നില്ല. ടോർഷൻ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ടോർഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത്. വൈബ്രേഷൻ എന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന വൈബ്രേഷൻ, റൊട്ടേഷനിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോമ്പോണൻ്റ് ആണ് വൈബ്രേഷൻ ഡാമ്പർ. പേരിൽ തന്നെ ഉണ്ടല്ലോ, വൈബ്രേഷൻ ഡാമ്പ് ചെയ്യുക എന്ന് വെച്ചാൽ വൈബ്രേഷൻ കുറയ്ക്കുക. അങ്ങനെ കുറച്ചിട്ടില്ലെങ്കിൽ ചില സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഈ എൻജിൻ്റെ പവർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന പല പാർട്ടുകളും വേറെ വരുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും, ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ വൈബ്രേഷൻ ഡാമ്പർ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചിത്രത്തിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കാം. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്ന ഭാഗമാണ്. അതിൻ്റെ ഡ്രൈവിംഗ് ഫ്ലാഞ്ച് ക്രാങ്ക് ഷാഫ്റ്റിൽ ഫിക്സ് ചെയ്യുന്ന ഭാഗമാണിത്. അതിൻ്റെ മുകളിലായിട്ട് ക്രാങ്ക് ഷാഫ്റ്റ് പുള്ളി, അതിൻ്റെ ഒരു ഡാമ്പർ ഫ്ലൈ വീല്. ഈ രണ്ട് ഭാഗത്തിലെ ഫ്ലാഞ്ചിൻ്റെയും ഈ പുള്ളിയുടെയും അല്ലെങ്കിൽ ഫ്ലൈ വീലിൻ്റെയും ഇടയിലായിട്ടൊരു റബ്ബറിൻ്റെ ബുഷ് ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഫ്ലാഞ്ച് ഉള്ളിൽ ഫ്ലാഞ്ചിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഫ്ലൈ വീലിൻ്റെ ഡാമ്പർ ഫ്ലൈ വീലും അതുപോലെ ക്രാങ്ക് ഷാഫ്റ്റ് പുള്ളിയും ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു റബ്ബറിൻ്റെ ബുഷാണ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ റബ്ബർ എന്ന് പറയുന്നത് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണല്ലോ. ഫ്ലൈ വീൽ എന്ന് പറയുന്നത് കുറച്ച് വെയിറ്റ് കൂടിയ മെറ്റീരിയലുമാണ്. ഫ്ലൈ വീലിന് എപ്പോഴും കുറച്ച് കനം കൂടുതലായിരിക്കും. കനം കൂടുതലായതുകൊണ്ട് തന്നെ ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും. കാരണം ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് അത് ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ തുടരാനുള്ള ഒരു കഴിവിനെയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ബസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുൻപോട്ട് പോകുന്നുണ്ടല്ലോ. അതിന് കാരണം എന്താണ്, നമ്മുടെ ഇനേർഷ്യയാണ്. ജഡത്വം എന്നാണ് മലയാളത്തിൽ പറയാം. നമുക്ക് ഇനേർഷ്യ തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ആ ഇനേർഷ്യ കാരണം ഈ ഡ്രൈവിംഗ് ഫ്ലാഞ്ചിനുണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങളൊന്നും എന്ത് ചെയ്യില്ല, ഈ ഫ്ലൈ വീലിലേക്ക് എത്തുന്നില്ല. ഡാമ്പർ ഫ്ലൈ വീൽ എന്ത് ചെയ്യും, അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കും. പക്ഷേ ഡ്രൈവിംഗ് ഫ്ലാഞ്ച് പിടിച്ച് വലിക്കാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ഇടയ്ക്കുള്ള റബ്ബർ ബുഷ് എന്ത് ചെയ്യും, ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ സഹിച്ചോളും. കാരണം ഒന്ന് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഈ ഡാമ്പർ ഫ്ലൈ വീലിന് ഈ ഫ്ലാഞ്ചിൻ്റെ കൂടെ അല്ലാതെ തന്നെ മൂവ് ചെയ്യാൻ ഒരു ഇത് കിട്ടും. അതുകൊണ്ട് തന്നെ ചെറിയ വൈബ്രേഷൻ ഒന്നും എന്ത് ചെയ്യില്ല, ഈ ഫ്ലാഞ്ചിൽ നിന്ന് ക്രാങ്ക് ഷാഫ്റ്റ് പുള്ളിയിലേക്ക് അതുപോലെ ഡാമ്പർ ഫ്ലൈ വീലിലേക്ക് എത്തുന്നില്ല. ഈ ക്രാങ്ക് ഷാഫ്റ്റ് പുള്ളി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല എഞ്ചിൻ്റെ ഭാഗങ്ങളും വർക്ക് ചെയ്യിക്കുന്നുണ്ട്. ആ എഞ്ചിൻ്റെ ഭാഗങ്ങളിലേക്കൊന്നും ഈ വൈബ്രേഷൻ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഫ്ലാഞ്ചിൽ വൈബ്രേഷൻ എത്തും, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല. ഇതാണ് വൈബ്രേഷൻ ഡാമ്പർ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എൻജിൻ്റെ പവർ ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് അല്ല, അതുകൊണ്ട് തന്നെ വൈബ്രേഷൻ ഉണ്ടാവുന്നുണ്ട്. ആ വൈബ്രേഷൻ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും പുള്ളിയിലേക്കും പുള്ളിയിൽ നിന്നും പ്രധാനപ്പെട്ട പല
എൻജിൻ കോമ്പണൻറ്റിലേക്ക് എത്താൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വൈബ്രേഷൻ ഡാമ്പർ ഉപയോഗിച്ച് ആ വൈബ്രേഷനെ അവിടെ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലാഞ്ച്, ഡ്രൈവിംഗ് ഫ്ലാഞ്ച് ഉണ്ട്, റബ്ബർ ബുഷ് ഉണ്ട്, ക്രാങ്ക് ഷാഫ്റ്റ് പുള്ളിയും ഡാമ്പർ ഫ്ലൈ വീലും. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുക, ഈ ഡാമ്പർ ഫ്ലൈ വീലിൻ്റെ ഇനേർഷ്യ കാരണം ഈ ഡ്രൈവിംഗ് ഫ്ലാഞ്ചിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് എല്ലാം ഫ്ലൈ വീലിലേക്ക് എത്താത്ത രീതിയിൽ ഡ്രൈവിംഗ് ഫ്ലാഞ്ചിലേക്ക് വരുന്ന വൈബ്രേഷൻ എല്ലാം ഫ്ലൈ വീലിലേക്ക് എത്താത്ത രീതിയിൽ ഈ ബുഷ് എന്ത് ചെയ്യും, കുറച്ചൊക്കെ അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഫ്ലൈ വീലിനെ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ആ വൈബ്രേഷൻ എല്ലാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്കും ഇല്ലാതായിക്കോളും. ഇതാണ് നമുക്ക് വൈബ്രേഷൻ ഡാമ്പറിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത കോമ്പണൻ്റ് ആണ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഫ്ലൈ വീലിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് കൂടിയ ഒരു ഡിസ്ക്കാണ്, സർക്കുലർ ഡിസ്ക്, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ. അതിൻ്റെ പുറത്തുകൂടി കാണുന്ന ഈ ടീത്ത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് ഫ്ലൈ വീൽ എന്ന് നോക്കുകയാണെങ്കിൽ, ഫ്ലൈ വീൽ എവിടെയാണ് ഇരിക്കുന്നത്, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റിയർ എൻഡിലാണ്, പുറകു ഭാഗത്തായിട്ടാണ് എന്തിരിക്കുന്നത്, ഫ്ലൈ വീൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഫ്ലൈ വീല് നമ്മുടെ എനർജി സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അതൊരു മെക്കാനിക്കൽ ഡിവൈസാണ്, യൂസ്ഡ് ടു സ്റ്റോർ റൊട്ടേഷണൽ എനർജി. ഒരു എൻജിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കറിയാമായിരിക്കുമല്ലോ. ഒരുപാട് സ്ട്രോക്കുകളുണ്ട്. ഒരു 4 സ്ട്രോക്ക് എൻജിൻ ആണെങ്കിൽ 4 സ്ട്രോക്കുകളിലൂടെയാണ് ഒരു എൻജിൻ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ 4 സ്ട്രോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്നാമത്തെ ഇൻടേക്ക് സ്ട്രോക്ക് ഉണ്ട്. ഇൻടേക്ക് സ്ട്രോക്കിൽ എയർ ഉള്ളിലേക്ക് കയറി വരികയാണ്, പിസ്റ്റൺ താഴേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് എൻജിൻ പവർ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അടുത്തത് കംപ്രഷൻ സ്ട്രോക്കാണ്. പിസ്റ്റൺ മുകളിലേക്ക് പോകുന്നു, എയറിനെ കംപ്രസ് ചെയ്യുന്നു. അതിന് എനർജി അങ്ങോട്ടാണ് ആവശ്യം വരുന്നത്. അപ്പോൾ എൻജിൻ എന്ത് ചെയ്യുന്നില്ല, എനർജി പുറത്തേക്ക് തരുന്നില്ല. അടുത്തതാണ് ഇഗ്നിഷൻ അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് വരുന്നത്. അവിടെ എൻജിനിൽ നിന്നും എനർജി പുറത്തേക്ക് വരുന്നുണ്ട്. അടുത്ത് വരുന്നതാണ് എക്സോസ്റ്റ് സ്ട്രോക്കിൽ വീണ്ടും പിസ്റ്റൺ മുകളിലേക്ക് പോവുകയാണ്, അവിടെ എനർജി അങ്ങോട്ടാണ് ആവശ്യം വരുന്നത്. അപ്പോൾ 3 സ്ട്രോക്കുകളിൽ എൻജിൻ്റെ ഉള്ളിലേക്ക് എനർജി ആവശ്യമുണ്ട്. ഒരു സ്ട്രോക്കിൽ എൻജിൻ എനർജി പുറത്തേക്ക് തരുന്നുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ 3 സ്ട്രോക്ക് വർക്ക് ചെയ്യണമെങ്കിൽ എനർജി അങ്ങോട്ട് കൊടുക്കണം. ആര് കൊടുക്കും? ഈ എൻജിൻ തന്നെ കൊടുക്കണമല്ലോ. കാരണം എൻജിൻ എന്ന് പറഞ്ഞാൽ ഒരു സെൽഫായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ആയിരിക്കണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എനർജി സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. എൻജിൻ്റെ 3 സ്ട്രോക്കിൽ വർക്ക് ചെയ്യാനുള്ള എനർജി സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന ആ എക്യുപ്മെൻ്റ് ആണ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. നമ്മളൊരു ബാറ്ററി ആണെന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ ആവശ്യമുള്ള അധികം വരുന്ന കറണ്ടൊക്കെ നമ്മൾ ബാറ്ററിയിലേക്ക് കൊടുക്കും. ആവശ്യം വരുമ്പോൾ ആ ബാറ്ററിയിൽ നിന്ന് കറണ്ട് എടുക്കും. ആ ബാറ്ററിക്ക് ഇവിടെ ഫ്ലൈ വീലാണെന്ന് ആവശ്യം. അധികമായിട്ട് വരുന്ന പവർ എന്ത് ചെയ്യും, ഫ്ലൈ വീലിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ആവശ്യം വരുന്ന സമയത്ത് ആ ഫ്ലൈ വീൽ ആ എനർജി തിരിച്ച് എൻജിനിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഇത് വർക്ക് ചെയ്യുന്നത് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഇനേർഷ്യ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇനേർഷ്യ എന്താണ്? നമ്മളൊരു വാഹനത്തിൽ മൂവ് ചെയ്യുമ്പോൾ, ഒരു ബസ്സിലായിക്കോട്ടെ, ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരും ഫ്രണ്ടിലേക്ക് പോകാനൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വളരെ പതുക്കെ പോകുമായിരുന്ന ഒരു ബസ് പെട്ടെന്ന് സ്പീഡ് കൂട്ടുകയാണെങ്കിൽ നമ്മൾ പുറകിലേക്ക്, സീറ്റിൻ്റെ സൈഡിലേക്ക് പുറകിലേക്ക് മൂവ് ചെയ്യുന്ന ടെൻഡൻസിയും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വസ്തു, എന്ത് വസ്തു ആയിക്കോട്ടെ, അതിൻ്റെ അതേ അവസ്ഥയിൽ തുടരാനുള്ള ആ ഒരു കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ആ ഇനേർഷ്യ വാഹനത്തിൽ നമ്മൾ വെയിറ്റ് അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. അതായത് കുറച്ച് വെയിറ്റ് കൂടിയ സാധനത്തിന് ഇനേർഷ്യ കൂടുതലായിരിക്കും, വെയിറ്റ് കുറവാണെങ്കിൽ ഇനേർഷ്യയും കുറവായിരിക്കും. നമുക്കറിയാമായിരിക്കുമല്ലോ, ഒരു വസ്തു നിന്നിരിക്കുകയാണെങ്കിൽ അതിനെ മൂവ് ചെയ്യിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കനം കൂടുന്തോറും. ഇനി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കനം കൂടിയ ഒരു വസ്തുവിനെ നിർത്താനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ രണ്ടിലും വരും. മൂവ് ചെയ്യാനും ഇനേർഷ്യ ഉണ്ട്, വെറുതെ ഇരിക്കാനും ഇനേർഷ്യ ഉണ്ട്. ആ വസ്തുവിൻ്റെ അപ്പോഴത്തെ അവസ്ഥ എന്താണോ, ഒന്നുകിൽ മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ നിൽക്കുന്നു, ആ രണ്ടവസ്ഥയാണെങ്കിലും അതിൽ തന്നെ തുടരാനുള്ള കഴിവിനെയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അത് വെയിറ്റ് കൂടുന്നതനുസരിച്ച് കൂടുതൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് കൂടിയ വസ്തു ആയതുകൊണ്ട് തന്നെ അതിന് ഇനേർഷ്യ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് കാണുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് എനർജി എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ ഇത് ഇരിക്കുന്നത്, ഫ്ലൈ വീൽ ഇരിക്കുന്നത് എവിടെയാണ്, ക്രാങ്ക് ഷാഫ്റ്റിലാണെന്ന് പറഞ്ഞല്ലോ.
അതുകൊണ്ട് തന്നെ ഫ്ലൈ വീലിൻ്റെ രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് എനർജി സ്റ്റോർ ചെയ്ത് വെക്കുക, എന്നിട്ട് 3 സ്ട്രോക്കിൽ ഇൻടേക്ക്, കംപ്രഷൻ, എക്സോസ്റ്റ് സ്ട്രോക്കിലൊക്കെ എനർജി സപ്ലൈ ചെയ്യുക, പവർ സ്ട്രോക്കിൽ എനർജി റിസീവ് ചെയ്യുക. രണ്ടാമത് വരുന്നതാണ് ഈ ഇനേർഷ്യ കാരണം പെട്ടെന്നുണ്ടാകുന്ന ടോർഷണൽ വൈബ്രേഷൻസിനൊക്കെ കുറച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്രാങ്ക് ഷാഫ്റ്റ് അബ്സോർബ് ചെയ്തോളും. കാരണം ക്രാങ്ക് ഷാഫ്റ്റ് എന്ത് ചെയ്യുന്നില്ല, പെട്ടെന്ന് സ്പീഡ് കൂടുകയും പെട്ടെന്ന് സ്പീഡ് കുറയുകയും ചെയ്യില്ല, നേരത്തെ പറഞ്ഞ പോലെ ഇനേർഷ്യ കാരണം. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാകുന്ന വൈബ്രേഷൻസ് ഒക്കെ എന്ത് ചെയ്യും, ഈ ക്രാങ്ക് ഷാഫ്റ്റിലുള്ള ഫ്ലൈ വീല് അബ്സോർബ് ചെയ്തോളും. പിന്നെ ഈ പുറത്തുകൂടി കാണുന്ന ഈ ഒരു ടീത്ത് വീല്, അതിനെ റിംഗ് ഗിയർ എന്ന് വിളിക്കാം. അത് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന മോട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്, സ്റ്റാർട്ടർ മോട്ടോറിലേക്ക് കണക്ട് ചെയ്യുന്ന വീലാണത്. ഈ വീലിലേക്കാണ് സ്റ്റാർട്ടർ മോട്ടറിന്റെ പിനിയനിൽ നിന്നും പവർ കിട്ടുന്നത്. അപ്പോൾ ഫ്ലൈ വീലിനെയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ടർ മോട്ടർ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലൈ വീലിലേക്കാണ് ക്ലച്ചിന്റെ പ്ലേറ്റുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതായത് റിയർ എൻഡിലാണല്ലോ, എഞ്ചിന്റെ റിയർ എൻഡിലാണ് ഫ്ലൈ വീൽ ഇരിക്കുന്നത്. അതിന്റെ അടുത്ത ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ക്ലച്ചിന്റെ പ്ലേറ്റുകൾ വന്ന് ഫിക്സ് ആവുന്നത്. അപ്പോൾ ക്ലച്ചിന്റെ പ്ലേറ്റുകൾ വന്നിട്ട് ഈ ഫ്ലൈ വീലിന്റെ സൈഡിൽ തട്ടുമ്പോൾ എന്ത് ചെയ്യും, ക്ലച്ച് പ്ലേറ്റിനെയും കൂടി ചേർത്ത് തിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ ട്രാൻസ്മിഷൻ സമയത്ത് പഠിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ക്ലച്ച് പ്ലേറ്റുകൾ അറ്റാച്ച് ചെയ്യപ്പെടുന്നത് ഈ ഫ്ലൈ വീലിലേക്കാണ്, ഫ്ലൈ വീലിന്റെ ഈ ഫേസിലേക്കാണ്. ഇനി പറയാനുള്ളത്, ഈ ഫ്ലൈ വീലിൽ ടൈമിംഗ് മാർക്കുകൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു പോയിന്റുകളായിരിക്കും. അത് ഓരോ പിസ്റ്റൺ എവിടെ നിൽക്കുകയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ എഞ്ചിൻ ഒന്ന് ഓവറോൾ ചെയ്തതിനു ശേഷം, പിസ്റ്റണൊക്കെ അഴിച്ചു വെച്ചതിന് ശേഷം വീണ്ടും ഫിക്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൈ വീലിൽ മാർക്കിങ്ങുകൾ ഉണ്ടായിരിക്കും. അത് ഓരോ പിസ്റ്റന്റെയും TDC പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഫസ്റ്റ് പിസ്റ്റന്റെ TDC പൊസിഷനാണ് കാണിക്കുക, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളും. ഫസ്റ്റ് പിസ്റ്റന്റെ TDC പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് എഞ്ചിന്റെ ബോഡിയിലും അല്ലെങ്കിൽ എഞ്ചിൻ ബ്ലോക്കിലും അതുപോലെ ഈ ഫ്ലൈ വീലിന്റെ ഒരു എഡ്ജിലുമായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിസ്റ്റന്റെ പൊസിഷൻ മനസ്സിലാക്കുന്നത്. പോയിന്റുകളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇത്രയേ നമുക്ക് അതിനെപ്പറ്റി ഫ്ലൈ വീലിനെ കുറിച്ച് അറിയാനുള്ളൂ. അടുത്ത കോമ്പണന്റ് നോക്കുകയാണെങ്കിൽ അത് മെയിൻ ബെയറിംഗ് ആണ്. മെയിൻ ബെയറിംഗ്, ഒരു എഞ്ചിന്റെ മെയിൻ ബെയറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്രാങ്ക് കേസിന്റെയും ക്രാങ്ക് ഷാഫ്റ്റിന്റെയും ഇടയിലുള്ള ആ ഒരു ബെയറിങ്ങിനെയാണ് നമ്മൾ മെയിൻ ബെയറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ക്രാങ്ക് കേസിലേക്കാണ് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ക്രാങ്ക് കേസിൽ കിടന്ന് ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇടയ്ക്ക് എന്ത് വേണം, ഒരു സ്ലൈഡിംഗ് സർഫസ് വേണം. ആ സ്ലൈഡിംഗ് സർഫസ് ആണ് നമ്മൾ ഈ മെയിൻ ബെയറിങ്ങുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എഞ്ചിനിൽ എത്രത്തോളം മെയിൻ ബെയറിങ്ങുകൾ ഉണ്ടായിരിക്കും എന്നുള്ളത് അതിന്റെ സിലിണ്ടർ അറേഞ്ച്മെന്റിനെയും അതിന്റെ എണ്ണത്തിനെയും ബാധിച്ചിരിക്കും. സിലിണ്ടറിന്റെ എണ്ണം കൂടുന്തോറും മെയിൻ ബെയറിങ്ങിന്റെ എണ്ണം കൂട്ടേണ്ടി വരും. സിലിണ്ടർ അറേഞ്ച്മെന്റ് ഇപ്പോൾ V ടൈപ്പ് അതുപോലെ ഒക്കെ ആണെങ്കിൽ, ഇൻലൈൻ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചും എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു എഞ്ചിനിലെ മെയിൻ ബെയറിങ്ങിന്റെ എണ്ണം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. ഒന്ന് സിലിണ്ടറിന്റെ എണ്ണം, രണ്ട് ആ സിലിണ്ടറിന്റെ അറേഞ്ച്മെന്റ്. രണ്ടിനനുസരിച്ചും എണ്ണം മാറിക്കൊണ്ടിരിക്കും. സാധാരണയായിട്ട് സ്പ്ലിറ്റ് ബുഷ് ബെയറിംഗ് ആണ് നമ്മൾ മെയിൻ ബെയറിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു സ്പ്ലിറ്റ് ബുഷ് ബെയറിംഗ് ആണ്, കാരണം പകുതിയാണ് അല്ലോ. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിന്റെ മെയിൻ ബെയറിംഗ് ജേർണലിന്റെ ഒരു ഭാഗത്ത് ഒരു ഹാഫും അതിനുശേഷം ഈ ബെയറിങ്ങിന് ഒരു ക്യാപ്പ് ഉണ്ടായിരിക്കും. നമ്മളത് കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഈ ക്രാങ്ക് കേസിന്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം ഒരു ക്യാപ്പ് വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ക്രാങ്ക് ഷാഫ്റ്റ് അതിൽ ഫിക്സ് ചെയ്യുന്നത്. ആ ക്യാപ്പിൽ നമ്മൾ ഈ രണ്ടാമത്തെ പീസും വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ഹോൾ എന്ന് പറയുന്നത് അതിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് സ്പ്ലിറ്റ് ബുഷ് ബെയറിംഗ് എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് എന്താണ് ബുഷ് ബെയറിംഗ് എന്ന് പറയാൻ കാരണം, ഇതിനകത്ത് ബോൾ അല്ലെങ്കിൽ റോളർ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർഫസ് മാത്രമാണ്. ഇവിടെ ഒരു വളരെ ഹാർഡായിട്ടുള്ള, അതുപോലെ തന്നെ വളരെ കറക്റ്റ് പ്രിസൈസ് ആയിട്ട് മെഷീൻ ചെയ്തിട്ടുള്ള ഒരു സർഫസ് ആണ്. ആ സർഫസിൽ ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ ലൂബ്രിക്കേഷൻ കൊടുക്കുമ്പോൾ വളരെയധികം ഫ്രിക്ഷൻ വളരെ കുറഞ്ഞു കിട്ടും. അപ്പോൾ സ്പ്ലിറ്റ് ബുഷ് ബെയറിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റിനെ ക്രാങ്ക് കേസിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബെയറിംഗ് എന്ന് പറയുന്നത്. അത് കൂടാതെ ഒരു ടൈപ്പ് ബെയറിംഗ് കൂടി ഉപയോഗിക്കുന്നുണ്ട്. അതിനെ ത്രസ്റ്റ് ബെയറിംഗ് എന്നാണ് പറയുന്നത്. ത്രസ്റ്റ് ബെയറിംഗ് എന്ന് പറയുന്നത് ലാറ്ററൽ മൂവ്മെന്റിനാണ്, റൊട്ടേറ്റിംഗ് മോഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ മെയിൻ ബെയറിംഗ് ഉപയോഗിക്കുന്നതെങ്കിൽ ലാറ്ററൽ മൂവ്മെന്റ്, ക്രാങ്ക് ഷാഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ത്രസ്റ്റ് ബെയറിംഗ് ഉപയോഗിക്കുക. ത്രസ്റ്റ് ബെയറിംഗ് രണ്ട് എൻഡുകളിലാണ് ഉപയോഗിക്കാറുള്ളത്.
ഫ്രണ്ട് എൻഡിലോ അല്ലെങ്കിൽ ബാക്ക് എൻഡിലോ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടിലും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ത്രസ്റ്റ് ബെയറിംഗ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റോളറോ അല്ലെങ്കിൽ പിൻ അല്ലെങ്കിൽ ബോൾ ബെയറിംഗ് ആയിരിക്കാം. അതിൻ്റെ ചിത്രം ഞാൻ അടുത്ത പേജിൽ കാണിച്ചു തരാം. ഇതാണ് ഒരു ത്രസ്റ്റ് ബെയറിംഗ് എന്ന് പറയുന്നത്. ത്രസ്റ്റ് ബെയറിംഗ് എന്ന് പറയുന്നത് ഈ ക്രാങ്ക് ഷാഫ്റ്റിന്റെ രണ്ട് എൻഡുകളിലായിരിക്കും പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അത് ഈ ക്രാങ്ക് കേസിലേക്ക് മുട്ടിയിരിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡുകളിലേക്കുള്ള മോഷൻ, അതായത് ക്രാങ്ക് ഷാഫ്റ്റ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മെയിൻ ബെയറിംഗ് പിടിപ്പിക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ ഇതിനെന്ത് ചെയ്യാം, രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ചെറിയ മോഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ത്രസ്റ്റ് ബെയറിങ്ങിനുള്ള ഇവിടെയാണ് ആ പൊസിഷൻ വരുന്നത്, ത്രസ്റ്റ് ബെയറിംഗ് പിടിപ്പിക്കുന്നത്. ഇപ്പോൾ രണ്ട് ടൈപ്പ് ബെയറിംഗ് ആണ് ഒരു ക്രാങ്ക് ഷാഫ്റ്റിൽ വരുന്നത്. മെയിൻ ബെയറിംഗ് എന്ന് പറയുന്നത് ക്രാങ്ക് ഷാഫ്റ്റിനെ ക്രാങ്ക് കേസിലേക്ക് പിടിപ്പിക്കുന്നു. അതുപോലെ ത്രസ്റ്റ് ബെയറിംഗ് എന്ന് പറയുന്നത് ലാറ്ററൽ മൂവ്മെന്റ്, അതായത് അതിന്റെ സൈഡ് വൈസ് മൂവ്മെന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിലേക്ക് അധികം ലോഡൊന്നും വരുന്നില്ല, വളരെ കുറച്ച് ലോഡേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് മറ്റേ മെയിൻ ബെയറിംഗിന്റെ അത്ര സ്ട്രോങ് ആയിക്കൊള്ളണമെന്നില്ല. ഇനി ബെയറിംഗ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ബാബിറ്റ് മെറ്റൽ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മെറ്റലാണ്. അതിനൊരു അലോയ് ഓഫ് കോപ്പർ, ആന്റിമണി, ലെഡ് ആൻഡ് ടിൻ. ഇത്രയും കോപ്പർ, ചെമ്പ്, ആന്റിമണിക്ക് മലയാളമൊന്നുമില്ല, ലെഡ്, ടിന്ന്, ഈ 4 മെറ്റീരിയൽസിന്റെ ഒരു അലോയിയെ വിളിക്കുന്ന പേരാണ് ബാബിറ്റ് മെറ്റൽ. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ബെയറിംഗ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ കോപ്പറിന്റെ ലെഡിന്റെ അലോയ് ഉപയോഗിക്കാറുണ്ട്. അലുമിനിയം, കോപ്പർ, ടിന്ന് ഉപയോഗിക്കുന്ന ഒരു അലോയ് കൊണ്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് എന്ത് ചെയ്യാറുണ്ട്, ബെയറിംഗ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ 3 എണ്ണമാണ് സാധാരണയായിട്ടും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ബെയറിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എൻജിൻ വാൽവുകളെ കുറിച്ച് നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഒരു എൻജിൻ്റെ വാൽവുകൾ എന്ന് പറയുന്നത്. ഏകദേശം ഇൻടേക്ക് വാൽവും എക്സോസ്റ്റ് വാൽവും കണ്ടാൽ ഒരുപോലെ തന്നെ ആയിരിക്കും. ചെറിയ സൈസ് വ്യത്യാസം മാത്രമേ സാധാരണയായിട്ട് വാൽവുകൾക്ക് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എന്താണ് ഒരു വാൽവ്? വാൽവ് ആർ യൂസ്ഡ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് ഗ്യാസസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സിലിണ്ടർ. ഒരു സിലിണ്ടറിലേക്ക് വരുന്ന ഗ്യാസിൻ്റെ ഫ്ലോയെ, ഉള്ളിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന ഗ്യാസിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് വാൽവുകൾ എന്ന് പറയുന്നത്. വ്യത്യസ്ത തരം വാൽവുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒന്നാമത്തെ നമ്മൾ ഡിഫറൻസ് പറയുകയാണെങ്കിൽ പോപ്പറ്റ് വാൽവ് എന്ന് പറയുന്നുണ്ട്, സ്ലീവ് വാൽവുകളുണ്ട്, റോട്ടറി വാൽവുകളുണ്ട്. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു പോപ്പറ്റ് വാൽവാണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ പോപ്പറ്റ് വാൽവുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പോപ്പറ്റ് വാൽവിൻ്റെ ഒരു ഡയഗ്രാം നമുക്കിവിടെ നോക്കാം. ഇതാണ് ഒരു പോപ്പറ്റ് വാൽവിൻ്റെ ഡയഗ്രാം. കണ്ട കൊട പിടിച്ച പോലെ അല്ലെങ്കിൽ ഒരു കൂണിൻ്റെ ഷേപ്പിലുള്ള വാൽവുകളാണ് പോപ്പറ്റ് വാൽവുകൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ഹെഡ് ഉണ്ട്, അതിൻ്റെ വാൽവ് ഫേസുകൾ എന്ന് പറയുന്നു. വാൽവ് ഫേസ് ആണ് വാൽവ് സീറ്റിൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ നീളമുള്ള ഭാഗത്തിനെ വാൽവ് സ്റ്റെം എന്നാണ് വിളിക്കുന്നത്. അതിനുശേഷം സ്പ്രിങ് റീറ്റൈനറിൻ്റെ ഗ്രൂവുകൾ വരുന്നുണ്ട്. അവസാനം വാൽവിൻ്റെ ടിപ്പ്, അതായത് നമുക്ക് റോക്കർ ആമിന് വന്ന് അല്ലെങ്കിൽ ടാപ്പറ്റിന് വന്ന് ടച്ച് ചെയ്യാനുള്ള ഭാഗത്തിനാണ് വാൽവ് ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഒന്ന് ഏറ്റവും മുകളിലുള്ള ഹെഡ്, അതായത് എൻജിൻ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന ഭാഗത്തിന് ഹെഡ് എന്ന് പറയും. അത് കുറച്ച് ഭാഗം സ്ട്രൈറ്റ് ആയിരിക്കുന്നതിനെ മാർജിൻ എന്ന് വിളിക്കുന്നുണ്ട്, ആ ഹെഡിൻ്റെ തിക്നെസ്സിന്. അതിനുശേഷം ആ വാൽവ് സീറ്റിൽ വന്നിരിക്കുന്ന ചെരിഞ്ഞ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് വാൽവ് ഫേസ്. അതിനുശേഷം നീളമുള്ള ആ പോർഷനെ വിളിക്കുന്ന പേര് വാൽവ് സ്റ്റെം. അതിനുശേഷം 2-3 ഗ്രൂവുകൾ ഉണ്ടായിരിക്കും. ഒരു ഗ്രൂവുകളല്ല, 2-3 ഗ്രൂവുകൾ ഉണ്ടായിരിക്കും. ആ ഗ്രൂവുകൾക്ക് വിളിക്കുന്നത് സ്പ്രിംഗ് റിട്ടൈനർ ഗ്രൂവ് ആണ്. ഏറ്റവും അവസാനം വാൽവ് ടിപ്പ് ഉണ്ട്. വാൽവ് ടിപ്പിലാണ് ഒന്നുകിൽ റോക്കർ ആമിൻ്റെ ഒരു ഹെഡ് അല്ലെങ്കിൽ ടാപ്പറ്റ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പോപ്പറ്റ് വാൽവുകൾ ഉപയോഗിക്കുന്നത് നോക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് പോപ്പറ്റ് വാൽവ്സ് നോക്കാം. ഒന്ന്, ഉണ്ടാക്കാനുള്ള എളുപ്പമാണ്, ഈസി ടു മാനുഫാക്ചർ. പിന്നെ ഇത് സെൽഫ് സെൻറ്ററിങ് കപ്പാസിറ്റി. ഇതൊരു റോട്ടറി സർക്കുലർ ഷേപ്പുള്ളൊരു വാൽവാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് സെൽഫ് സെൻറ്ററിങ് കപ്പാസിറ്റി ഉണ്ട്. അതായത് സെൻറ്ററിൽ തന്നെ എപ്പോഴും വന്നിരുന്നോളൂ, നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ സെൽഫ് റൊട്ടേറ്റിംഗ് ആണ്, അതായത് ഒന്ന് റൊട്ടേറ്റ് ചെയ്താലും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് കുഴപ്പമൊന്നും വരുന്നില്ല. പിന്നെ ഈസി ടു റീറ്റെയിൻ സീലിംഗ് എഫിഷ്യൻസി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടും സെൽഫ് സെൻറ്ററിങ് ആയതുകൊണ്ടും തന്നെ സീലിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇൻലെറ്റ് വാൽവ്
എക്സോസ്റ്റ് വാൽവിനേക്കാൾ വലുതായിരിക്കും. കാരണം നമുക്ക് എപ്പോഴും എഞ്ചിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം എയർ ഉള്ളിലേക്ക് വരുന്നതാണ് നല്ലത്. മാക്സിമം എയർ ഉള്ളിലേക്ക് വരുമ്പോൾ മാക്സിമം ഫ്യൂവലിനെ നമുക്ക് കത്തിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എഫിഷ്യൻസി കൂടുതൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഇൻലെറ്റ് വാൽവ് എപ്പോഴും എക്സോസ്റ്റ് വാൽവിനെ കമ്പയർ ചെയ്ത് വലുതായിരിക്കും ഒരു എഞ്ചിനിൽ തന്നെ. ഒരു എഞ്ചിൻ്റെ രണ്ട് വാൽവുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, വലിയ ഇൻലെറ്റ് വാൽവ് ആകുമ്പോൾ കൂടുതൽ എയറിന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഉള്ളിലേക്ക് വരാൻ പറ്റും. എക്സോസ്റ്റ് വാൽവിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് പക്ഷേ ഇൻലെറ്റ് വാൽവിനെക്കാട്ടിലും തിക്കറാണ്. തിക്കർ എന്നാൽ കട്ടി കൂടുതലായിരിക്കും. കാരണം എക്സോസ്റ്റ് വാൽവിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ചൂടുള്ള ഗ്യാസുകൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എക്സോസ്റ്റ് വാൽവ് പെട്ടെന്ന് ചൂടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കൂടുതൽ കട്ടി കൂടിയ വാൽവ് സ്റ്റെം ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. വാൽവ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇൻലെറ്റ് വാൽവ് സാധാരണയായിട്ട് സിലിക്കോ ക്രോം സ്റ്റീൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് ഉണ്ടാക്കുന്നത്. എക്സോസ്റ്റ് വാൽവ് എന്ന് പറയുന്നത് ഓസ്റ്റെനിറ്റിക് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് ഉണ്ടാക്കുക. ഓസ്റ്റെനിറ്റിക് സ്റ്റീൽ എന്ന് പറയുന്നത് FCC സ്ട്രക്ചറുള്ള ഒരു സ്റ്റീൽ തന്നെയാണ്. അത് കുറച്ച് കൂടുതലായി നമുക്ക് പഠിക്കാം. ആ മെറ്റീരിയൽ മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കാം. രണ്ടിൻ്റെയും സിലിക്കോ ക്രോം സ്റ്റീൽ ഉപയോഗിക്കുന്നത് ഇൻലെറ്റ് വാൽവിനും ഓസ്റ്റെനിറ്റിക് സ്റ്റീൽ ഉപയോഗിക്കുന്നത് എക്സോസ്റ്റ് വാൽവിനുമാണ്. ഇപ്പോൾ ചില ഹൈ പെർഫോമൻസ് വെഹിക്കിളിലൊക്കെ, അതായത് സ്പോർട്സ് വെഹിക്കിളിലൊക്കെ സോഡിയം കൂൾഡ് വാൽവും ഉപയോഗിക്കുന്നുണ്ട്. സോഡിയം കൂൾഡ് വാൽവ് എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിൽ മാത്രം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ വാൽവിൻ്റെ ഉൾഭാഗം ഹോളോ ആയിരിക്കും. ഈ ഭാഗത്തൊരു ചെറിയ പീസ് ഉണ്ടായിരിക്കും, ഒരു ഹോളോ ഭാഗം ഉണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ നമ്മൾ സോഡിയം ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. സോഡിയം 105 ഡിഗ്രി സെൽഷ്യസിൽ ലിക്വിഫൈ ചെയ്യും. 105 ഡിഗ്രി സെൽഷ്യസിൽ സോഡിയം ലിക്വിഫൈ ചെയ്യും. അപ്പോൾ ഇവിടെ ക്രിസ്റ്റലായിട്ടുള്ള സോഡിയം ഉണ്ടായിരിക്കും, അതായത് സോൾഡ് സോഡിയം ഉണ്ടായിരിക്കും. ആ സോഡിയം എന്ത് ചെയ്യും, ഈ വാൽവ് ചൂടാവുന്നതനുസരിച്ച് അത് ലിക്വിഡായി മാറിയിട്ട് ലിക്വിഡ് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഈ വാൽവ് സാധാരണ തിരിച്ചായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം മുകളിൽ താഴത്തേക്കാണ്, ഈ ഹെഡ് താഴെയും ഈ ടിപ്പ് മുകളിലായിരിക്കും ഉണ്ടാവുക. ആ രീതി ചിന്തിക്കുക. അപ്പോൾ ഇവിടെയുള്ള സോഡിയം ഹീറ്റായി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ലിക്വിഡായി മാറും. ലിക്വിഡ് എന്ത് ചെയ്യും, മുകളിലേക്ക് എത്തിയിട്ട് അത് ഹെഡിലുള്ള വാട്ടർ കൂളിങ്ങിലെ സിസ്റ്റത്തിലേക്ക് ഹീറ്റിനെ സപ്ലൈ ചെയ്യും. അപ്പോൾ ഒന്നുകൂടി ബെറ്റർ ഹീറ്റ് ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, സോഡിയം കൂൾഡ് വാൽവ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത, ഈ വാൽവിൻ്റെ സ്റ്റെം അല്ലെങ്കിൽ വാൽവിൻ്റെ ഉൾഭാഗം ഹോളോ ആയിരിക്കും. ഉള്ളിൽ പൊള്ളയായിട്ടുള്ള വാൽവാണ് ഉപയോഗിക്കുക. അതിൻ്റെ ഉള്ളിൽ സോഡിയം ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. സോഡിയം 105 ഡിഗ്രിയിലാണ് ലിക്വിഫൈ ചെയ്യുന്നത്. അപ്പോൾ എൻജിൻ അല്ലെങ്കിൽ വാൽവ് ചൂടാവുന്നതനുസരിച്ച് ലിക്വിഫൈ ചെയ്ത ആ സോഡിയം എന്ത് ചെയ്യും, മൂവ് ചെയ്തിട്ട് എവിടെയാണോ ലിക്വിഡ് കൂളിംഗ് ഉള്ളത്, അതായത് വാട്ടർ കൂളിംഗ് സിസ്റ്റം ഉള്ളത്, അവിടെ കൊണ്ടുപോയിട്ട് ആ ഹീറ്റിനെ പുറന്തള്ളുകയും ചെയ്യും. ഇത്രയാണ് നമുക്ക് വാൽവിനെ കുറിച്ച് പറയാനുള്ളത്.